നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെയ്വിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദി ട്രെയിനിങ് ഡാറ്റ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഫൗണ ഓഫ് ദി വേൾഡ്. ഈച്ച് യൂണിറ്റ് ഹാസ് 3 ഫീച്ചേഴ്സ്. 3 ഫീച്ചേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വിമ്മ്, പിന്നെ ഫ്ലൈ, ക്രോള്. എന്നിട്ട് ഈ 3 ഫീച്ചേഴ്സിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിൻ്റെ അണ്ടറിൽ തന്നിട്ടുണ്ട്. സ്വിമ്മിൻ്റെ അണ്ടറിൽ ഫാസ്റ്റ്, സ്ലോ, നോ. ഫ്ലൈഡ് അണ്ടറിൽ ലോങ്, ഷോർട്ട്, റയർലി, നോ. ക്രോൾ എന്ന് പറയുന്നത് യെസ്, നോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ക്ലാസ്സസ് ആയിട്ടാണ്: ആനിമൽ, ബേർഡ്, ഫിഷ്. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് അനുസരിച്ചിട്ട് നമ്മൾ നെയ് ബേസ് അൽഗോരിതമാണ് നമ്മളോട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെയ് ബേസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്, അതായത് സ്ലോ, റയർലി, നോയിൽ വരുന്ന ആ വേരിയേഷൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മളൊരു ഫീച്ചർ ടേബിൾ നമ്മൾ ഫോം ചെയ്യണം. അതായത് നമുക്കറിയാം, നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് ആനിമൽ ഉണ്ട്, ബേർഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്. അതുപോലെ എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വിമ്മ്, ഫ്ലൈ, ക്രോളാണ്. അപ്പോൾ സ്വിമ്മിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഫാസ്റ്റ് ഉണ്ട്, സ്ലോ ഉണ്ട്, നോ ഉണ്ട്. ഫ്ലൈയുടെ അണ്ടറിൽ ലോങ്, ഷോർട്ട്, റയർലി, നോ. പിന്നെ ക്രോളിൻ്റെ അണ്ടറിൽ യെസ്, നോയും. പിന്നെ ഞാൻ ടോട്ടലും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് സ്വിമ്മിൽ ഫാസ്റ്റ് ആനിമൽ ആകുന്ന കേസിൽ എത്ര എണ്ണമാണ് നമുക്കുള്ളതെന്നുള്ളത് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, സ്വിമ്മിൽ ഫാസ്റ്റ് വന്നിരിക്കുന്നതിൽ ആനിമൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയുണ്ട്? ഇതൊരെണ്ണമുണ്ട്, അതുപോലെ തന്നെ 2. പിന്നെ വേറൊന്നും ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഇല്ല. അപ്പോൾ അതെന്താ? 2. അപ്പോൾ അതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ ടേബിള് ഫോം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ റോഡ് ടോട്ടലും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫൈനലൈസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി നമ്മളിവിടെ ചെയ്യുന്ന പറയുന്നത്, ഇപ്പോൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം ആനിമൽ എന്ന് പറയുന്നത് എത്രയുണ്ട് ഇവിടെ? 1, 2, 3, 4, 5. മൊത്തം ആനിമൽ എന്ന് പറയുന്നത് ക്ലാസ് 5 ആണുള്ളത്. അപ്പോൾ എന്താ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? അതായത് എൻ്റെ 5 ആനിമലിൽ 2 എണ്ണം മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ഫാസ്റ്റായിട്ട് എനിക്കിവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ എന്ത് ചെയ്യണത്? ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലോയിൽ എന്താ വന്നിരിക്കണത്? 2 ആണ്. അതിൽ മൊത്തം എൻ്റെ ആനിമലിൻ്റെ കൗണ്ട് 5. അപ്പോൾ 5ൽ 2 സ്ലോ മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യാം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ ഫീച്ചേഴ്സിൽ സ്ലോ, റയർലി, നോ. അതായത് എൻ്റെ സ്വിമ്മിൽ സ്ലോ എന്ന് പറയുന്നതും ഫ്ലൈയിൽ റയർലി എന്ന് പറയുന്നതും ക്രോളിൽ നോ എന്ന് പറയുന്നതും മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ പ്രോബബിലിറ്റി ഓഫ് ആനിമൽ കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ പ്രോബബിലിറ്റി ഓഫ് ആനിമൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? മൊത്തം ആനിമലിൻ്റെ കൗണ്ട് 5 ആണ്, ഡിവൈഡഡ് ബൈ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ സാമ്പിൾ. എൻ്റെ ഡാറ്റ സെറ്റ് എത്രയുണ്ട്? 12. അപ്പോൾ എൻ്റെ ഡിവൈഡ് ബൈ എന്താ വരും? 5/12 ചെയ്യുക. അതുപോലെ പി ഓഫ് ബേർഡ് എന്ന് പറയുന്നത് ടോട്ടൽ ബേർഡിൻ്റെ കൗണ്ട് 4 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ ഫിഷ് എന്ന് പറയുന്നത് 3 ആണ്, ടോട്ടൽ ഡാറ്റ സെറ്റ് 12 ആണ്. ഇനി നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്ലോ, റയർലി, നോയാണ്. അപ്പോൾ എന്താ? പി ഓ സ്ലോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ആനിമൽ. ആനിമലിൽ സ്ലോ വരുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ 2/5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ റയർലി ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ എത്ര വരുന്നുണ്ട്? 1/5. അതുപോലെ ക്രോൾ എന്ന് പറയുന്നത് ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ എത്ര വരുന്നുണ്ട്? 3/5. അപ്പോൾ നമുക്കറിയാം, ഇതെല്ലാം നമുക്ക് നേരത്തെ പ്രോബ്ലത്തിലെന്ന് പറയുന്നത് ഒരൊറ്റ, അതായത് നമ്മുടെ ഓവർകാസ്റ്റും സണ്ണിയുടെ പ്രോബ്ലത്തിൽ എന്ന് പറയുന്നത് ഒരു ഫീച്ചർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ ഒരു സ്വിം എന്ന് പറയുന്ന ഫീച്ചറിനെ തന്നെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഒരു ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പം എൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? എൻ്റെ പി ഓഫ് സ്ലോ ഗിവൺ ആനിമൽ മൾട്ടിപ്ലൈഡ് ബൈ റയർലി ഗിവൺ ആനിമൽ മൾട്ടിപ്ലൈഡ് ബൈ നോ ഗിവൺ ആനിമൽ മൾട്ടിപ്ലൈഡ് ബൈ എൻ്റെ ടോട്ടൽ ആനിമലിൻ്റെ പ്രോബബിലിറ്റി. ഇതാണ് എന്തെന്ന് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് നമ്മളിവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ബേർഡിൻ്റെയും കണ്ടുപിടിക്കണം, ഫിഷിൻ്റെയും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാനിവിടെ Q1, Q2 എന്ന് ഇട്ടിരിക്കുന്നത് ആ ക്ലാസ്സിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം വാല്യൂ ഓഫ് Q1, Q2, Q3 ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് ഏതാ? 0.02 ആണ്. ദാറ്റ് മീൻസ് ആനിമലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സോ വി അസൈൻ ദി ക്ലാസ് ലേബൽ എന്ന് പറയുന്നത് എന്താ? എൻ്റെ ആനിമലാണ് എൻ്റെ ടെസ്റ്റ് ഇൻസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ട് കൗണ്ട് ഫോം ചെയ്യുന്നത്.